ഹായ് ഹലോ ഗുഡൻ ഡാ കേസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ ട്രക്ക് ലൈസൻസ് എടുക്കുന്നതിനെ പറ്റി. അപ്പോൾ ആ വീഡിയോ ചെയ്തതിനു ശേഷം കുറേ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇൻബോക്സിലൊക്കെ വന്ന് മെസ്സേജൊക്കെ അയച്ചു. എനിക്ക് കഴിയാവുന്നിടത്തോളം മാക്സിമം ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം നമ്മൾ കുറച്ച് പനിയൊക്കെ പിടിച്ച് കിടപ്പിലായിപ്പോയി. 2-3 ദിവസമായിട്ട് അവധിയാണ്. ഇനി 2-3 ദിവസം കൂടി ലീവുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രക്കിലേക്ക് പോകുള്ളൂ. ട്രക്കിൽ പോയിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആൾക്കാരുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി വന്നു തുടങ്ങിയപ്പോൾ വീഡിയോ ചെയ്യണം തോന്നി. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വയ്യ അധികം. അതുകൊണ്ട് എനിക്ക് പകരമായിട്ട് പുള്ളി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞു കൊടുക്കുക. ഹായ്, നമ്മുടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പല പാർട്ടായിട്ടാണ് ഞാനിത് ഫുൾ ഡീറ്റെയിൽസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒറ്റ വീഡിയോയിൽ നമുക്കിത് തീർക്കാൻ പറ്റില്ല. ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതിൻ്റെ ലൈസൻസിൻ്റെത് ജർമ്മനിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ലെങ്തി ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി വീഡിയോസ് ഒന്ന് കാണുക. ഫസ്റ്റ് എനിക്ക് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരാൻ കഴിയുമെന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലേക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. കാരണം ജർമ്മനി ഡയറക്റ്റായിട്ട് ഇന്ത്യയിൽ നിന്നും ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ ട്രക്ക് ഡ്രൈവർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ എൻട്രി എടുത്ത് ഒന്നെങ്കിൽ അവിടെ നിന്ന് ലൈസൻസ് എടുക്കുക, എന്നിട്ട് ജർമ്മനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജർമ്മനിയിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടി ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രക്കിംഗ് കമ്പനിയിൽ ജോലി അപ്ലൈ ചെയ്ത് വന്നിട്ട് നമുക്കിവിടെ ജർമ്മനിയിൽ ലൈസൻസ് എടുത്ത് നിങ്ങൾക്ക് ട്രക്ക് ഡ്രൈവർ ആവാൻ പറ്റും. ഇപ്പോൾ പല കമ്പനികളും ട്രക്ക് ഡ്രൈവറോ ബസ് ഡ്രൈവറോ ആകാനായിട്ടൊക്കെ നമ്മുടെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്, അതായത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത്, ഇന്റേണൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് അവരെ കൊണ്ട് ലൈസൻസ് എടുപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ പല കമ്പനീസും. അപ്പോൾ നിങ്ങൾക്ക് അതും പോസിബിളാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നത്, ഇങ്ങനെ ജർമ്മനിയിൽ നിലവിൽ യൂറോപ്യൻ കൺട്രിയിലുള്ള ആൾക്കാർക്ക്, ട്രക്ക് ഡ്രൈവറായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ജർമ്മനിയിലേക്ക് വരാമെന്നുള്ളതാണ്. അതിന് ഞാൻ ചെയ്ത മാർഗം എന്ന് പറയുന്നത്, ഞാൻ സ്ലോവാക്യ എന്ന് പറഞ്ഞ കൺട്രിയിലായിരുന്നു ട്രക്ക് ഡ്രൈവറായിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് ഞാൻ ജർമ്മനിയിലേക്ക് ഒരു വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം, അതായത് ഒരു കമ്പനിയിൽ വന്ന് ഞാൻ ജോബ് സെർച്ച് ചെയ്തു അവർ എനിക്ക് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് തന്നു. ആ കോൺട്രാക്റ്റ് വെച്ചിട്ട് ഞാൻ സ്ലോവാക്യയിലെ ജർമ്മൻ എംബസിയിൽ പോയി കോൺട്രാക്റ്റും ബാക്കി നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരു വിസ 6 മാസത്തേക്ക് ഒരു വിസയാണ് കിട്ടിയത്. അപ്പോൾ ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ലൈസൻസ് ജർമ്മനിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ കോൺട്രാക്റ്റ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ എക്സാമൊക്കെ എഴുതി തിയറിയും പ്രാക്ടിക്കലൊക്കെ ചെയ്തിട്ട് ഞാൻ ജർമ്മൻ ലൈസൻസിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾക്ക് അല്ലാതെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നിലവിലിപ്പോൾ യൂറോപ്യൻ കൺട്രീസായ ഇപ്പോൾ സ്ലോവാക്യോ, ലിത്വാനിയ, ലാത്വിയ, അല്ലെങ്കിൽ മാൾട്ട, പോളണ്ട്, ഇവിടെയുള്ള ആൾക്കാർക്ക് ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ തന്നെ എക്സാം എഴുതി ഒരു യൂറോപ്യൻ ലൈസൻസ് എടുക്കാൻ പറ്റുമെന്ന് നോക്കുക. കാരണം വെച്ചാൽ ജർമ്മനിയിൽ എക്സാമും ടഫാണ്, കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിലാകുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും റേറ്റൊക്കെ, ഈസി ആയിരിക്കും കുറച്ചുകൂടി എക്സാംസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈസൻസ് നമുക്കിവിടെ ജർമ്മനിയിൽ കൊണ്ടുവന്നിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും. ട്രക്കോ ബസ് എന്താണെന്ന് വെച്ചാൽ ഓടിക്കാൻ പറ്റും. പക്ഷേ ആ ലൈസൻസിനകത്ത് 70 എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾക്ക് ഇവിടെ വാലിഡാണ്, നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ഡൗട്ട് ചോദിച്ചത്, നമ്മുടെ ഇന്ത്യൻ IDP വെച്ചിട്ട് നമുക്ക് ഇവിടെ ജർമ്മനിയിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്, ട്രക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. ഒബ്വിയസ്ലി നമുക്ക് ഇന്ത്യൻ IDP വെച്ചിട്ട് ജർമ്മനിയിൽ ട്രക്ക് ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ചില കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇല്ലീഗലാണ്. നമുക്ക് കാർ ഓടിക്കാം, പ്രശ്നമില്ല. പക്ഷേ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ യൂറോപ്യൻ ലൈസൻസോ അല്ലെങ്കിൽ ജർമ്മൻ ലൈസൻസോ വേണം. അപ്പോൾ IDP വെച്ചിട്ട് ചില കമ്പനീസൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. പക്ഷേ പോലീസ് പിടിച്ചാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചാൻസ് എടുക്കാതിരിക്കുക. IDP വെച്ച് 6 മാസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ലൈസൻസ് എങ്ങനെയെങ്കിലും ജർമ്മൻ ലൈസൻസിലോട്ട് മാറിയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതായിരിക്കും സേഫ്.